നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 90കളിൽ മലയാള സിനിമയിൽ ഒരു ചെത്തു പയ്യനുണ്ടായിരുന്നു. ഒറ്റ ചെവിയിൽ കമ്മലൊക്കെ ഇട്ട് ബാഗി ജീൻസൊക്കെ ഇട്ട് പല സിനിമകളിലും പ്രത്യക്ഷപ്പെട്ട ആ പയ്യൻ പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ നടനായിട്ട് മാറി. അദ്ദേഹമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നന്ദു ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദു ചേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്, തിരുവനന്തപുരത്ത്. ഇത് എന്താറാണിത്? ജഗതിയാറോ? ഇത് കിള്ളിയാറിൻ്റെ ഒരു കൈവഴിയാണ്. ജഗതി പാലം എന്നാണ് ഇതിൻ്റെ അല്ലേ? ജഗതി പാലത്തിൻ്റെ തൊട്ട അരികിലുള്ള അപ്പാർട്ട്മെൻറ്റിലാണ്. ഈ പറഞ്ഞ എല്ലാ സിനിമകളും ഉണ്ടെങ്കിലും പലർക്കും പേര് പോലും അറിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴുണ്ട്. പക്ഷേ സ്പിരിറ്റോടുകൂടി ജീവിതം മാറി മറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾ കൂടിയാണ് നന്ദുചേട്ടൻ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന്. എന്തായാലും ഞാനൊരിക്കൽ മെസ്സേജ് അയച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വീഡിയോ കാണുന്ന ആളാണെന്ന്. അപ്പോൾ അധികം പരിചയപ്പെടുത്തേണ്ടി വന്നില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എങ്കിലും തുടക്കം എപ്പോഴും വാഹനങ്ങളിൽ നിന്നായതുകൊണ്ട് തന്നെ നമ്മൾ വാഹനങ്ങൾ രണ്ടും തൊട്ട് പിന്നിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഒരു ബലെനോ, മറ്റൊന്ന് ഒരു കൊറോള. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുമാണോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്? ഇത് വൈഫ് ഉപയോഗിക്കുന്ന വാഹനമാണ്. വൈഫിന് എപ്പോഴും ഒരിക്കൽ ഇങ്ങനെ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് വൈഫ് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിയാസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ട് എനിക്കത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വണ്ടി ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഇതെടുത്തു. പിന്നെ ഞാൻ പിന്നെ ഈ ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊന്നും കാർ കൊണ്ടുപോകാറില്ല. അപ്പോൾ എനിക്ക് അതൊരു പ്രശ്നമല്ല. ഞാൻ ഒന്നില്ലെങ്കിൽ പ്ലെയിനിൽ അല്ലെങ്കിൽ ട്രെയിനിൽ പോകും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ആ ഒരു വണ്ടി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് കാറ് വലിയൊരു ആവശ്യമായിട്ട് വന്നില്ല. പിന്നെ ഇവിടെ സിറ്റിക്കകത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇത് വൈഫ് എപ്പോഴും ഇത് എടുക്കില്ല. അവൾ സ്കൂട്ടറാണ് കൂടുതൽ ഇഷ്ടം. അപ്പം മഴയൊക്കെ ഉണ്ടെങ്കിൽ കാർ എടുത്തുകൊണ്ട് പോകും. അപ്പം ചില സമയങ്ങളിൽ അപ്പോൾ ഈ അടുത്ത് മഴയൊക്കെ കുറേ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ ഒരു പ്രശ്നം വന്നു. എന്നാലും ഞാൻ മാനേജ് ചെയ്യാൻ ആരുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഒക്കെ പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, മുനീർ എന്ന് പറഞ്ഞ്, നിലമ്പൂർ. അപ്പം മുനീറിൻ്റെ മകളുടെ നിക്കാഹിന് പോയ സമയത്ത് മുനീറിൻ്റെ വീട്ടിൽ 5-6 കാർ ഇടപെടും. അപ്പോൾ ഞാൻ പറഞ്ഞു, മുനീർ ഏതെങ്കിലും ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് ആയിട്ട് തരണേ. കാര്യം എനിക്കിപ്പോൾ പുതിയ വണ്ടി വാങ്ങിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വണ്ടിയൊന്നും വിൽക്കാറില്ല ഏട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഇയാൾ ഈ വണ്ടി കൊടുത്തു വിട്ട് എനിക്ക് കൊടുത്തു വിട്ടത് മാത്രമല്ല എൻ്റെ പേരിൽ മാറ്റാനും പറഞ്ഞു. പൈസയും വാങ്ങിച്ചില്ല, വണ്ടി എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. അങ്ങനെ കിട്ടിയ വണ്ടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് കൊണ്ടു നടക്കുക. പക്ഷെ തൽക്കാലം കൊണ്ടു നടക്കേണ്ട ഒരു വണ്ടിയല്ല, നല്ല വണ്ടി തന്നെയല്ലേ? വണ്ടി നല്ല ഉഗ്രം വണ്ടിയാണ്. പക്ഷേ കുറച്ച് പഴയ വണ്ടി ആയതുകൊണ്ട് ചെറിയ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ഈ വണ്ടിയെ പറ്റി എന്നെ എപ്പോഴും കൊണ്ടു നടക്കും. എന്നെ എയർപോർട്ടിൽ വിടാനും സ്റ്റേഷനിൽ വിടാനും ഒക്കെ വരുന്ന അനിൽ എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്. അയാൾക്ക് വണ്ടി ബിസിനസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, അത് നീ എപ്പോഴും ഈ പുതിയ വണ്ടി ഓടിക്കൊണ്ടാണ് ചെറിയ സൗണ്ട് എവിടെയെങ്കിലും കട്ടായത് കുഴപ്പമാണോ എന്ന് തോന്നുന്നു. ഇതൊക്കെ വണ്ടികൾ ഉള്ളതാ, നീ ധൈര്യമായിട്ട് വണ്ടി കൊണ്ട് പോകും, ഒന്നും സംഭവിക്കില്ലെന്ന്. തന്നെയല്ല, ടൊയോട്ടയൊക്കെ ആയതുകൊണ്ട് 10 ലക്ഷം കിലോമീറ്റർ ഓടിയാലും അതങ്ങ് ഓടിക്കോളും. അല്ല, എഞ്ചിൻ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, വേറെ അല്ല ചില സൗണ്ട്, ചില ബുഷിൻ്റെ ഒക്കെ ചില സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അതൊന്നും ഭഗവയ്ക്കേണ്ട കാര്യമില്ല, കൊണ്ട് ധൈര്യമായിട്ട് നടന്നോളാൻ പോകും. അപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഈ മറ്റേ എന്താ പറയുക, വാഹന സംബന്ധി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം മാരുതിയുടെ പല വണ്ടികളെ പറ്റിയൊക്കെ ആൾക്കാർ പറയുന്നത് കുറച്ച് വെയിറ്റ് കുറവാണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി മോശം എന്നൊക്കെയാണ്. അപ്പോൾ ഈ സിയാസിൽ നിന്നും കൊറോളയ്ക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ശരിക്കും ഫീൽ ചെയ്തോ? ഇതൊരു ഫീൽ ചെയ്തത് നല്ല ഹെവി ആയിട്ട് ഫീൽ ഉണ്ട് ഈ വണ്ടി. കാര്യം നമുക്കത് ഫീൽ ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ സിയാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാനപ്പം എൻ്റെ ഞങ്ങൾ ഒരുമിച്ചൊരു കുറേ ഫ്രണ്ട്സ് ചേർന്നിട്ട് കൊല്ലത്തൊരു കല്യാണത്തിന് പോകാനായിട്ട് വന്നപ്പം അതിനകത്ത് എൻ്റെ വേറെ ഫ്രണ്ട്, അയാൾ ബെൻസുള്ള ആളാണ്. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, നന്ദു ഇത് ബെൻസ് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ബെൻസ് എടുത്ത് ഓടിച്ചു. അപ്പോൾ ഈ വണ്ടി വേറൊരു ഫ്രണ്ടാണ് ഓടിച്ചത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞു. എനിക്ക് അതിനെക്കാളും സിയാസ് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര സ്മൂത്ത്. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഹെവിയാണ്, ഭയങ്കര ഹെവി. അപ്പം മാത്രമല്ല കുറച്ചുകൂടെ നമുക്ക് ടെൻഷനാണ്. ഒന്നാമത്തെ വല്ലവരുടെയും വണ്ടി നമ്മളിത് ഓടിച്ചുകൊണ്ട് വല്ലയിടത്ത് ചെന്ന് താങ്ങിയാലേ അവസാനം അതിൻ്റെ മിറർ പൊട്ടിയാൽ നമ്മൾ കാർ വയ്ക്കേണ്ടി വരും. സാമാന്യം നല്ല സ്പീഡിൽ ഓടിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നി. നേരത്തെ ബലനെടുത്ത് ഒരു വരവ് ഒരു തിരിക്കൽ കണ്ടോ? അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, നല്ല സ്പീഡൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ വലിയ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉള്ളതല്ലാതെ എനിക്ക് ഞാൻ ഡ്രൈവറെ വെച്ച് ഓടിക്കാറില്ല, സ്വന്തമായിട്ട് ഓടിക്കണം. കാര്യം എനിക്ക് ഈ മനസ്സിന് ചേർന്ന ഒരു ഡ്രൈവറെ കിട്ടാതെ പറഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ എനിക്ക് ഈ ആവശ്യമില്ലാതെ ഹോൺ അടിക്കുന്ന ഇഷ്ടമല്ല. ഹോൺ ചുമ്മാ ഈ ആൾക്കാർ വെറുതെ സിഗ്നലാകുമ്പോൾ ഹോൺ അടിക്കുന്നത് ഏറ്റവും കുറവ് ഹോൺ അടിക്കുക എന്നുള്ള ഒരാളാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അങ്ങനെ ഹോൺ അടിക്കുക. പിന്നെ എതിരല്ല, വണ്ടി കണ്ട അവിടെ തന്നെ ഇങ്ങനെ ഫ്ലാഷിങ് ലൈറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഭയങ്കര ഇരുട്ട്. ഞാനപ്പോൾ ഇവിടെ ചോദിക്കും, നിങ്ങളിപ്പോൾ എന്തിനും ലൈറ്റ് അടിച്ച്? അല്ല, ഞാൻ എന്തോന്നത്
നമ്മൾ കയറിപ്പോകാനോ മറ്റോ ഒരു അസൗകര്യം വന്നു നമുക്ക് ഒരു പ്രയോറിറ്റി തരണം എന്ന് പറഞ്ഞാൽ അപ്പം അടിച്ച് കാണിക്കാൻ അർത്ഥമുണ്ട്. ഇത് ചുമ്മാ വണ്ടി കാണുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവാത്ത കുറേ കോൺസെപ്റ്റുകൾ ഇന്ത്യക്കാർ തന്നെ ഉണ്ടാക്കിയ സിഗ്നലുകൾ അതൊക്കെ. അതെ, പിന്നെ നേരെ പോകണമെങ്കിൽ ഡബിൾ ഇൻഡിക്കേറ്റർ, മറ്റേ ഹസാർഡ് സ്വിച്ച് ഇടുക, നേരെ പോയി. അങ്ങനെ ഒരു ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ, ഇനി കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ഇതുപോലത്തെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ ഒട്ടുമുക്കാൽ ആൾക്കാരും കാണിക്കുന്നതാണ് വളവിൽ പോകുമ്പോൾ ഹോൺ അടിക്കില്ല. വളഞ്ഞു വരുമ്പോൾ എതിരെ വണ്ടി കണ്ടാലേ ഉടൻ ഹോൺ അടിക്കും. ഈ എന്തിനാ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു വളവിന് മുമ്പല്ലേ ഹോൺ അടിക്കണ്ടേ. അപ്പം അത് അവരുടെ ഒരു ശീലമാണ്. അപ്പം നമുക്കത് കുറ്റം പറയാക്കില്ല. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം ഡ്രൈവറാന്ന് പറഞ്ഞാലേ ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ പോകും. അതുപോലെ ക്ലാസ് കൊടുത്തിട്ട് അതിനും നമ്മൾ സ്വന്തമായിട്ട് ഓടിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒരു ടെൻഷനും ഇല്ല. പക്ഷെ അതിന്റെ കുറെ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ കല്യാണത്തിനും അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിത് പാർക്ക് ചെയ്യാനായിട്ട് നടന്ന് സ്ഥലം കണ്ടുപിടിച്ച് അത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ശരിയാണ്. അപ്പം പിന്നെ ടാക്സി വല്ലതും പിടിച്ചു പോകും, അങ്ങനെ എല്ലാം ചെയ്യും. അപ്പോൾ നന്ദുചേട്ടൻ്റെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് ലണ്ടൻ വരെ വന്നു. ഇപ്പോൾ ലണ്ടനിലാണ് നിൽക്കുന്നത്. അങ്ങനെ ലണ്ടനിൽ നിൽക്കുമ്പോൾ എന്നെ ഹ്യുണ്ടായിൽ നിന്ന് വിളിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയത് ഏറ്റവും പുതിയ എക്സ്റ്ററിൻ്റെ നൈറ്റ് എഡിഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. KNIGST എന്ന നൈറ്റ് എഡിഷൻ അതിഗംഭീരമായിട്ടുണ്ട്. വിഷ്വലി തകർപ്പൻ സംഭവമാണ് പുതിയ നൈറ്റ് എഡിഷൻ. അതിന് പ്രത്യേകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ റെഡ് ആക്സൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പോർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡീലർഷിപ്പുകളിലൊക്കെ നൈറ്റ് എഡിഷൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എക്സ്റ്ററിൻ്റെ ആ ഒരു വിഷ്വൽ അപ്പീൽ ഒന്ന് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ നൈറ്റ് എഡിഷൻ വന്നപ്പോൾ. രണ്ടാമത്തെ കാര്യം, എല്ലാ ഹ്യുണ്ടായി ഷോറൂമുകളും ഇപ്പോൾ NRI ഫെസ്റ്റ് നടക്കുകയാണെന്നുള്ള കാര്യമാണ്. ജൂലൈ 31 വരെയാണ് NRI ഫെസ്റ്റ് ഉള്ളത്. ഈ സമയത്ത് നിങ്ങൾ വാഹനങ്ങൾ ഹ്യുണ്ടായുടെ ഏത് മോഡൽ ബുക്ക് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയുടെ അധിക ഓഫറുകളാണ് ലഭിക്കുന്നത്. അതായത് കുറേ എന്താ പറയുക ആക്സസറികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾക്ക് 10,000 രൂപ ആക്സസറികൾ ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള സൗകര്യമാണ് തന്നിരിക്കുന്നത്. അത് ജൂലൈ 31 വരെ ഉള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ചെന്നാൽ അതിനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ എക്സ്റ്ററിൻ്റെ ആനിവേഴ്സറിയാണ്. 1 വർഷമായി എക്സ്റ്റർ വന്നിട്ട്. എക്സ്റ്റർ ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു മൈക്രോ SUV ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എക്സ്റ്ററിൻ്റെ 1 വർഷം അല്ലെങ്കിൽ ആനിവേഴ്സറി പ്രമാണിച്ച് നിങ്ങൾക്ക് വളരെ ഗംഭീരമായ ഒരു ഓഫർ കൂടി തരുന്നുണ്ട്. അതായത് എക്സ്റ്റർ നിങ്ങളൊന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി ഏത് ഡീലർഷിപ്പിൽ ചെന്നാലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് ഓടിച്ച് നോക്കാൻ ചെല്ലുന്ന എല്ലാവർക്കും ഉണ്ട് ആ ഗിഫ്റ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഓടിച്ച് നോക്കുക. പക്ഷേ കാര്യമുണ്ട്, എക്സ്റ്റർ ഓടിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കും. അത്രയും മനോഹരമായൊരു മൈക്രോ SUV ആണ്. അങ്ങനെ 3 കാര്യങ്ങളാണ് എന്നെ പറയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഹ്യുണ്ടായിൽ നിന്നും. 3 കാര്യങ്ങൾ മോശമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊന്ന് നന്ദുചേട്ടൻ്റെ വീഡിയോ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഹ്യുണ്ടായി ഡീലർഷിപ്പിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളൊരു ഉദാഹരണമായിട്ട് കിടക്കുന്നതാണ് ആ കൊറോള. തീർച്ചയായും. അതുപോലെ തന്നെ ചേട്ടൻ 1-2 ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഫ്രണ്ട്ഷിപ്പ് ഒരു ഇൻ്റർവ്യൂ പറയുന്ന പോലെയുണ്ട്. കുടുംബത്തിനാണോ ഫ്രണ്ട്സിനാണോ പ്രാധാന്യം ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ ഫ്രണ്ട്സിനാണെന്ന് പറഞ്ഞേക്കുന്നു. അത്രയധികം ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണെന്ന് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് സിനിമയിൽ പോലും വന്നത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതും ആദ്യകാലത്ത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിനിമയുടെ ഹബ്ബാണ് ഈ നിൽക്കുന്ന സ്ഥലം തന്നെ. തിരുവനന്തപുരത്തെ ഏറ്റവും അല്ലേ പ്രമുഖരായ സിനിമക്കാർ. തൊട്ടടുത്ത് ഞാൻ ജനിച്ചുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ തക്കാട്, അവിടെയാണ്. അതായത് ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ. അപ്പോൾ തക്കാടാണ് ഏറ്റവും കൂടുതൽ സിനിമ കമ്പനികളുണ്ടായിരുന്നത്, ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുണ്ടായിരുന്നത് തക്കാടാണ്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം എന്നെ വളർത്തിക്കൊണ്ടുവന്നത്, എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് MG രാധാകൃഷ്ണൻ ചേട്ടനും വേണു നാഗവള്ളിയാണ്. രണ്ടുപേരും തെക്കാടായിരുന്നു. പിന്നെ ഗാന്ധിമതി ബാലൻചേട്ടൻ്റെ ഓഫീസ്. അപ്പം നമ്മൾ അന്ന് സിനിമയിൽ വരണതിന് മുമ്പേ ഈ ബാലൻചേട്ടൻ്റെ ഓഫീസിലൊക്കെ ചെന്ന് വെറുതെ ഇരിക്കുന്ന സമയം അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് അപ്പം തന്നെ കുറേ സിനിമാക്കാരെയൊക്കെ കാണുകയും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിക്കിപീഡിയ വായിച്ചതനുസരിച്ച് അച്ഛൻ ടെന്നീസ് കോച്ചായിരുന്നു, ടേബിൾ ടെന്നീസ് കോച്ച്. അമ്മ പാട്ടുകാരിയുമായിരുന്നു, അമ്മ മ്യൂസിക് ലെക്ചറായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ അതൊരു കരിയറാണോ ടേബിൾ ടെന്നീസ് കോച്ച്? യാദൃശ്യമായിട്ട് കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്. അച്ഛൻ്റെ പ്രൊഫഷനാണ്. അച്ഛൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിന്റെ കോച്ചായിരുന്നു, NISന്റെ കോച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ ഇവിടെ വന്നിട്ട് കേരള സ്പോർട്സ് കൗൺസിൽ ഒരു കുറച്ച് കാലത്തേക്ക് അച്ഛനെ പിന്നെ സ്പോർട്സ് കൗൺസിലിന്റെ കോച്ചായിരുന്നു. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ടാണ് അച്ഛൻ. അവർ ലേറ്റ് മാരേജ് ആയിരുന്നു, അച്ഛൻ്റെ അമ്മയുടെയും കുറച്ച് ലേറ്റ് മാരേജ് ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മ ആദ്യമേ മരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും മരിച്ചു. 60 ദിവസം പ്രായമുള്ളപ്പോൾ തന്നെ അമ്മ മരിച്ചു. അതിനുശേഷം അമ്മയുടെ അനിയത്തി ഹസ്ബൻഡും കൂടെയാണ് വളർത്തിയത്. ചിറ്റപ്പൻ മരിച്ചു. ചിറ്റപ്പൻ 99 ഡിസംബർ 31 മരിച്ചു. അദ്ദേഹം DYSP ആയിരുന്നു, പോലീസ് DYSP ആയിരുന്നു. റിട്ടയർ ചെയ്തു, കരുണാകരക്കുറുപ്പ്. പിന്നെ കുഞ്ഞമ്മയുണ്ട്, ചിറ്റയുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം വെച്ചിട്ട് എങ്ങനെയാണ് ഇത്തരം ഈ ഗാന്ധിമതി ബാലൻ്റെ ഓഫീസിലൊക്കെ കയറി ചെല്ലാൻ പറ്റുന്നത്? എന്തായിരുന്നു അതിൻ്റെ? അല്ല, വേണുചേട്ടൻ, രാധാകൃഷ്ണൻ അവരൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ തൊട്ടടുത്ത വീടല്ലേ, അടുത്തടുത്ത വീടുകളല്ലേ. അപ്പോൾ രാധാകൃഷ്ണൻ്റെ ഫാമിലിയായിട്ടൊക്കെ നമുക്ക് വളരെ, ഞങ്ങളുടെ തറവാടിൻ്റെ പേര് മേടയിൽ നിന്നാണ്, രാധാകൃഷ്ണൻ്റെ വീട്ടുപേര് മേടയിൽ നിന്നാണ്. അപ്പോൾ ഈ മേടയിൽ കണ്ടിട്ടാണ് രാധാകൃഷ്ണൻ്റെ വീടിൻ്റെ സ്വന്തം വീട്. ഞങ്ങളുടെ തറവാട് പേരാണ് മേടയിൽ, ആലപ്പുഴ മേടയിൽ എന്ന് പറഞ്ഞത്.
അപ്പോൾ ആലപ്പുഴ ശരിക്കും നാട് ആലപ്പുഴയാണ്, അമ്മയുടെയൊക്കെ നാട് ആലപ്പുഴയാണ്, മുല്ലക്കലാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാനൊക്കെ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. അപ്പോൾ എൻ്റെ നാട് എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് തിരുവനന്തപുരം പറയാം. ആലപ്പുഴ, അമ്മയുടെ നാട് ആലപ്പുഴ, അച്ഛൻ തമിഴ്നാടാണ്, ചെന്നൈയാണ്. അപ്പോൾ എന്നിട്ട് വളരെ യാദൃശ്ചികമായിട്ടാണ് സിനിമ വന്ന് പെട്ടത് എന്നാണല്ലോ. ഞാൻ കാര്യം ഈ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പം ഞാൻ തരങ്കണിയുടെ കോറസൊക്കെ പാടാനായിട്ട് പോകുമായിരുന്നു. അന്ന് പാടുന്നതിൽ ഫേമസ് ആയില്ല. അപ്പോൾ ശ്രീറാം നമ്മളന്ന്, ഞാൻ ശ്രീറാം എൻ്റെ വീടിനടുത്താണ്. അപ്പോൾ ശ്രീറാമും ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് പാടാൻ പോയിക്കോളും. അപ്പോൾ ശ്രീറാമാണ് എന്നെ അതിലേക്ക് വഴി തുറന്നു തന്നത്. അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഏണിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ കോറസ് പാടാൻ പോകുന്നത്. അന്ന് 160 രൂപ എന്തോ ആണ്, എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. ഒരു 84-85 കിട്ടും. അപ്പം രാധാകൃഷ്ണൻ്റെ കൂടെ റെക്കോർഡിങ്ങിന് പോകും. അപ്പോഴും പാട്ട് കോറസൊക്കെ ഉണ്ടെങ്കിൽ ആ ചേട്ടനും അതിന് ചേട്ടൻ്റെ കൂടെ പാടിയിട്ട് പിന്നെ അതിനും കാശൊക്കെ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ കുറേ ആ കാലത്ത് കുറച്ച് അപ്പോൾ ഒരു പാട്ടുകാരനാണെന്നായിരുന്നു ആ കാലത്ത് ആഗ്രഹം? ഇല്ല, അങ്ങനെ ഒന്നും ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സിനിമയിൽ വേണിച്ചേട്ടൻ എൻ്റെ മൂത്ത ഒരു കസിനുണ്ട്. വേണിച്ചേട്ടൻ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ വേണിച്ചേട്ടന് ഞങ്ങളുടെ കുടുംബം മൊത്തം അറിയാം. നമ്മളും നല്ല ഫാമിലിയായിട്ട് ഈ രണ്ട് ഫാമിലിയായിട്ട് നല്ല അടുത്ത പരിചയമുണ്ട്. അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടനാണ് ഒരു ദിവസം വേണിച്ചേട്ടൻ്റെ പ്രിയൻചേട്ടൻ വന്നത്. പ്രിയൻചേട്ടൻ അവിടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, എടാ നീ ഇവന് പടത്തിൽ വേഷം കൊണ്ടുവന്നു വന്നു. അപ്പം അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ അപ്പം പെട്ടെന്ന് പറഞ്ഞല്ലേ എന്നാൽ അഭിനയിക്കാം. അത് നമ്മളെ വേറൊരു കസിനുണ്ട് രാജശേഖരൻ എന്ന് പറഞ്ഞത്, അപ്പം നമ്മളെ വളരെ തെക്കാടിനുള്ള. അപ്പോൾ ഈ ചേട്ടൻ രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടാ ഇവനൊരു സിനിമയിലൊരു വേഷം മാറ്റിയോട്, കാര്യം ഈ കോപാളിത്തരം കാണിച്ചുകൊണ്ട് നടക്കണില്ല, സിനിമയെ കാണിക്കട്ടെന്ന്. അപ്പോഴാണ് രാധാകൃഷ്ണൻ ചേട്ടൻ നിനക്ക് അഭിനയിക്കണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ PSC ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്, ഞാൻ വേറെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ട്, ചില ഇൻ്റർവ്യൂ ഒക്കെ കഴിയുന്നുണ്ട്. അതൊന്നും വർക്കൗട്ടായില്ല. അങ്ങനെയാണ് ചെപ്പെന്നുള്ള സിനിമയിലേക്ക് പ്രിയൻചേട്ടൻ എന്നെ വിളിച്ചത്. പക്ഷെ അപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞെങ്കിലും ഒരു പേപ്പർ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു അത് എഴുതിയെടുത്തിട്ട് സിനിമയിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്യാവത്തില്ല. പിന്നെ അത് കഴിഞ്ഞാണ് സർവകലാശാലയിൽ വേണിച്ചേട്ടൻ്റെ വേണം വന്നപ്പോൾ അപ്പോഴും രാധാകൃഷ്ണൻ ചേട്ടൻ ചെന്നു. ഞങ്ങളവിടെ കമ്പോസിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ രാധാകൃഷ്ണൻ ചേട്ടൻ പോയപ്പോൾ ഞാനും കൂടെ ചെന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വേണു ഇതാ ഇവനൊരു വേഷം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വേണിച്ചേട്ടൻ എന്തോരം അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാകുക, ഞാൻ അഭിനയിക്കാൻ ചേട്ടാ ഒന്നും നടന്നില്ലല്ലോ. എന്നാൽ ശരി. അങ്ങനെയാണ് സർവകലാശാലയ്ക്ക് വേണ്ടി പാലക്കാട് പോകും അഭിനയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ സമയത്ത് വീട്ടിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല? അതായത് ഡിഗ്രി കഴിഞ്ഞെങ്കിൽ പോലും ഇതിങ്ങനെ സിനിമ ലെവനെയാണോ നിന്റെ പരിപാടി എന്നുള്ളത്? അത് വലിയ പ്രശ്നം. ഏകദേശം ഒരു 10-25 കൊല്ലത്തോളം പിന്നെ കേട്ടിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ അതിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ, എൻ്റെ വീട്ടുകാർ മാത്രം, എൻ്റെ വൈഫ്, എൻ്റെ എല്ലാവരും വൺ പോയിന്റ് ഓഫ് ടൈം പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഒരു ക്ലച്ച് പിടിക്കാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുമാനം വരുന്നുണ്ട്, എന്തെങ്കിലും വരുമാനം. അങ്ങനെ വരുമാനം വന്നാൽ പോലല്ലോ, നമുക്കൊന്നും നേരെ ജീവിക്കാൻ പറ്റാത്തൊരു രീതിയിൽ ഇങ്ങനെ തത്തി കളിക്കുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാവും, ഒരു ദിവസം എൻ്റെ ദിവസം വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വളരെ വൈകിയ വന്നത് അല്ലേ ശരിക്കും പറഞ്ഞത്? സിനിമയിൽ വന്ന് 25 വർഷത്തിന് ശേഷമാണ് ഞാൻ സ്പിരിറ്റിൽ അഭിനയിക്കുന്നത്. ഇപ്പം 36 വർഷമായി. 200-ലധികം സിനിമയുമായി. 250 ഞാൻ കണക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കിയിരുന്നു, പിന്നെ ഞാൻ നോക്കാറില്ലായിരുന്നു. അപ്പം കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നത് ബട്ടർഫ്ലൈസിലൊക്കെയാണ്. ബട്ടർഫ്ലൈസിലൊക്കെ 92 ആ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ ഇങ്ങനെ പറഞ്ഞ പോലെ പുറകിലൊക്കെ നിൽക്കുന്ന കാണാം. പിന്നെ നല്ല തരക്കേടില്ലാത്ത വേഷങ്ങൾ, മറ്റേ TV ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്ന അത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ്. അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ബട്ടർഫ്ലൈസും തേന്മാവൻ കൊമ്പത്തിനകത്തും നല്ല വേണ്ടത്. അപ്പം പക്ഷെ അതൊന്നും അന്നൊരു പബ്ലിസിറ്റി ആയിട്ട് കിട്ടില്ല. ഇന്നൊക്കെ ആണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൂടെയൊക്കെ നല്ല ഇതായിരുന്നു, നമുക്ക് ബൂസ്റ്റ് ചെയ്യാമായിരുന്നു നമ്മൾ ചെയ്ത്. പക്ഷെ അന്ന് ഒരു സിനിമ അവരുടെ സുരേഷ് ഏട്ടനും രാജീവ് വെച്ചിട്ടാണ് അവരുടെ ഭാഗത്തുനിന്നും അതിനൊരു ഇത് കൊടുത്തു. കാര്യം അന്ന് നാനാ വെള്ളിയാഴ്ച അങ്ങനെ കുറച്ച് മാസികളല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു കൃത്യമായിട്ട് ഒരിടത്ത് എത്തിയില്ല. തേന്മാവൻ കൊമ്പത്തും പ്രിയചേട്ടൻ ശരിക്കും അത് പ്രിയചേട്ടൻ പറഞ്ഞു നമുക്ക് സിനിമ റിലീസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പബ്ലിസൈസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നടന്നില്ല, എന്തോ കാരണം കൊണ്ട് അത് നടന്നില്ല. പിന്നെ പടം ഹിറ്റായതുകൊണ്ട് പിന്നെ അവരൊന്നും അത് പിന്നെ അതാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അന്നത് കുറച്ചങ്ങ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അന്ന് തന്നെ എനിക്ക് ഒരു അല്പം കൂടെ ഉയർച്ച ഉണ്ടായേനെ. അപ്പോൾ അതിനുശേഷം പിന്നെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പോയല്ലോ അല്ലേ? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിന് മുമ്പേ സിനിമ അഭിനയിച്ചു തുടങ്ങി ഒരു 3-4 പടം കഴിഞ്ഞപ്പോൾ തന്നെ വേണിച്ചേട്ടൻ പറഞ്ഞു നന്ദു ഈ ഓട്ടോ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ വേണിച്ചേട്ടൻ വെള്ളയമ്പലത്താണ് താമസിക്കുന്നത്, വാടകയ്ക്ക് ഇലങ്ക ഗാർഡൻസിൽ. അപ്പോൾ ഒരു ദിവസം അവിടെ ഇങ്ങനെ ഇരുന്ന് എഴുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേണിച്ചേട്ടൻ പറഞ്ഞു നന്ദു ഇത് അസിസ്റ്റന്റ് ഡയറക്ടറായി കൂടെ പഠിക്കാനായിട്ട് ടെക്നിക്കൽ സൈഡ് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. ആവാൻ ചേട്ടാ തോന്നുന്നു. അങ്ങനെയാണ് അവിടെ ചെന്ന് ഓട്ടോ 89 ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി.
അതുകൊണ്ട് വേണിച്ചാണ്ട കുറേ പടങ്ങൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, കളിപ്പാട്ടം വരെ വർക്ക് ചെയ്തു. അതിന് പിന്നെ ഞാൻ ശരി രണ്ടും കൂടെ വലിയ ബുദ്ധിമുട്ടാണ്. ആ സിനിമയിലൊക്കെ അഭിനയിക്കുകയും ചെയ്തു. ഈ അഭിനയിക്കാത്ത ഒരു സിനിമയേ ഉള്ളൂ, ഫുൾ ടൈം വർക്ക് ചെയ്ത് അഭിനയിക്കാത്ത ലാൽ സലാം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഫുൾ ടൈം അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അത് അതിൻ്റെ എഴുത്ത് തുടങ്ങുന്ന സമയം മുതൽ ആ പടം റിലീസ് ചെയ്യുന്ന, അതായത് ചെന്നൈയിൽ പ്രിവ്യൂ കാണിക്കുന്നത് വരെ ഞാൻ പടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ജീവിക്കാനുള്ള പൈസ കിട്ടുമായിരുന്നു ആ സമയത്ത്? അതൊക്കെ അന്ന് ചെറിയ പൈസ ആണെങ്കിലും ചെറിയ പൈസയ്ക്ക് അന്ന് ജീവിക്കാമായിരുന്നു, കുറേയൊക്കെ അഡ്ജസ്റ്റ്. പിന്നെ ഞാനന്ന് വീട്ടിലാണ്, അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറെ വലിയ പ്രശ്നമില്ല, ആഹാരവും താമസവും സ്ഥലമുണ്ട്, നമ്മുടെ വട്ടച്ചെലവിനുള്ള കാശ് മതി. അന്നും വണ്ടി ഉണ്ടായിരുന്നു, ബൈക്കുണ്ട്. എനിക്ക് 84 തൊട്ട് ബൈക്കുണ്ട്. ഇപ്പൊ ചോദിക്കാൻ ആദ്യത്തെ വണ്ടി ഏതാണ്? ആദ്യത്തെ വണ്ടി സൈക്കിളായിരുന്നു, റാലി. അത് ഞാൻ ഒരു 7ാം ക്ലാസ് മുതൽ വീട്ടിൽ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും വണ്ടി തന്നില്ല. അതിന് 10ാം ക്ലാസ് SLC പാസ്സായിട്ട് ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്പലമുണ്ട്, അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് ആ പോസ്റ്റിൽ ഇങ്ങനെ ചാരി വെറുതെ വായിനോട്ടാണ് പ്രധാന വിഷയം. ഇങ്ങനെ ഒന്ന് വെറുതെ നിൽക്കുമ്പോൾ അച്ഛൻ സ്പോർട്സ് കൗൺസിലില്ല, അന്ന് അച്ഛൻ്റെ പ്യൂണുണ്ട്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അയാളിങ്ങനെ ഒരു പുതിയ സൈക്കിൾ ചവിട്ടി വരണം. ഇത് നേരെ എൻ്റെ ഫ്രണ്ടിൽ ഒന്ന് ഇറങ്ങി ഒരു രാവിലെ 11 മണിയൊക്കെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, പുതിയ സൈക്കിൾ കിട്ടിയാൽ അവൻ പോയി ഇടി വീണ സൈക്കിളുമായിട്ടാണ് സാറിന് വരണത്. അവൻ്റെ പുതിയ സൈക്കിൾ കിട്ടിയാൽ നോക്കി പുത്തൻ സൈക്കിള്, അവൻ അടിപൊളിയായിരിക്കണമല്ലോ എന്ന് പറഞ്ഞു. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ കൈ തന്നു. ഞാൻ ഇത് അച്ഛൻ തന്നു വിട്ടതാ, മോന് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു തന്നാന്ന് പുതിയ സൈക്കിള്. എനിക്ക് 5 മിനിറ്റ് വിശ്വസിക്കാത്തില്ല, കാര്യം 4-5 കൊല്ലം കിടന്ന് കരഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സൈക്കിൾ വന്ന്. അങ്ങനെ റാലി സൈക്കിൾ എനിക്ക് 600 രൂപയാണെന്ന് തോന്നുന്ന സൈക്കിൾ, എനിക്ക് ഓർമ്മയില്ല അന്ന്. അങ്ങനെ ആ സൈക്കിളും കൊണ്ടാണ് പിന്നെ കുറേ നാൾ നടന്നത്. പിന്നെ 84 ആയപ്പം ഞങ്ങളുടെ ആലപ്പുഴയിൽ ഒരു ഷെയർ കച്ചവടമായി. അപ്പോൾ കുറച്ച് പൈസ അതിനകത്ത് കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ഷെയർ എനിക്ക് കിട്ടി, ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ ആ കാശ് വെച്ചിട്ട് 10,000 രൂപ, അന്നത്തെ 10,500 രൂപയാണ് ആ വണ്ടിയുടെ വില. ഇൻസുസുക്കി 84 അങ്ങനെ ആ വണ്ടി എടുത്ത്. അന്ന് ആ വണ്ടി എടുത്തപ്പം എൻ്റെ ചിറ്റപ്പൻ ഞാൻ പറഞ്ഞു DYSP ആണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറൊക്കെ ആയിട്ട് നല്ല പോലീസിലായതുകൊണ്ട് ഇന്നത്തെ പോലെയല്ല. അന്ന് DYSP എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നല്ല, അന്ന് DGP ഇല്ല, IG വരെ ഉള്ളൂ. അപ്പം ഉള്ള പോലീസുകാർക്ക് നല്ല വിലയാണ്. ഇന്ന് DGP തന്നെ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞുണ്ടോ? അപ്പം ഞാൻ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു എനിക്ക് നമ്പർ എടുത്തിടാം. അപ്പോൾ KBT എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ആണെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദിച്ചാൽ നിനക്ക് ഏത് നമ്പർ വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് 5544 വേണമെന്ന് പറഞ്ഞു. തമ്പാനൂരാണെന്ന് RT ഓഫീസ്, കമ്മീഷണർ ഓഫീസ്, ന്യൂ തിയേറ്റർ തൊട്ടടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ ചെന്ന് ഞാൻ പറഞ്ഞു കലാരക്കുറുപ്പിൻ്റെ മകനാണ്. ഒരു ഇരിക്കുമെന്ന് പറഞ്ഞു. ഏത് നമ്പറാണ് മോനെ വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. അന്ന് അയ്യോ ഞാൻ പറഞ്ഞു 5544. ശരി എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ച് 5544 ഈ നന്ദലാൽ എന്ന് പറഞ്ഞ പേരിൽ അത് കൊടുക്കണം കേട്ടോ. അന്നൊക്കെ ശരി തന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പം ചിറ്റപ്പ വീട്ടിൽ വന്നപ്പോൾ എടാ നിനക്ക് ആ നമ്പർ കിട്ടൂല കേട്ടോ. ഞാൻ പറഞ്ഞു അതെന്ത്? ഇത് എന്തെന്ന് പറഞ്ഞു. എനിക്ക് വേറൊരു നമ്പർ തുണ്ടിൽ 5533 കിട്ടുള്ളൂ, 44 കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ 44 ആണെങ്കിൽ 9 വരും, 33 ആണെങ്കിൽ 7 വരും. അപ്പോൾ 7 എനിക്ക് സന്തോഷം. നമ്മൾ അത് മതി, അതെന്ത് കിട്ടാത്തതെന്ന് വെച്ചു. അത് മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞു മോഹൻലാലിന് കൊടുക്കണമെന്ന്. മോഹൻലാലുമായിട്ടാണ് കോമ്പറ്റ് ചെയ്തല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ KBT 5544 മറ്റേ നമ്മുടെ വലിയ വണ്ടി ഉണ്ടല്ലോ, ഹോണ്ടസ്, എൻ്റെ ഇൻസുസുക്കി. അപ്പം ഞാൻ പിന്നീട് ചേട്ടനടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ 5544 കിട്ടും. പിന്നെ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞത്. അന്ന് ഈ മോഹൻലാൽ ഈ ഗ്രൂപ്പിലുള്ളതല്ലേ? അന്ന് നിങ്ങൾ സീനിയറാണ്. അല്ലെങ്കിലും ഈ ഞങ്ങളെ ക്രിക്കറ്റ് ടീം, ഞങ്ങളെ ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്, കാരവൻ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്. അങ്ങ് ആ ക്ലബ്ബ് ലാലേട്ടൻ്റെ ക്ലബ്ബുമായിട്ട് മാച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. അത് പക്ഷേ അത് പൂജപ്പുര മൈതാനത്ത് കളിക്കുമായിരുന്നു. നമ്മൾ ഇവിടെ ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ക്ലബ്ബിലുള്ള KR നായർ എന്ന് പറഞ്ഞ, അപ്പോൾ അങ്ങേരും ലാലേട്ടനൊക്കെ ഒരു ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പോൾ KR നായർ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് റിപ്പോർട്ടറാണ്. 15 അറിയാമല്ലോ, 15 വേൾഡ് കപ്പ് കവർ ചെയ്ത ആളാണ്. ഇപ്പോഴും അമേരിക്കയിലുണ്ട് വേൾഡ് കപ്പ് കവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഉള്ള ബന്ധമുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഈ കളിക്കാൻ ഞാൻ ഒരു വളരെ റെഗുലറായിട്ട് കളിക്കാൻ പോകില്ല. എനിക്ക് തോന്നുമ്പം പോവും, കളിക്കും, അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം മോഹൻലാൽ ആദ്യമായിട്ട് ഈ സിനിമ വന്നതിന് ശേഷം കണ്ടപ്പോഴല്ല, സിനിമ അത് സർവകലാശാല ഫസ്റ്റ് പടം തന്നെ. അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, രാധാകൃഷ്ണൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പരിചയമില്ലായിരുന്നു. സർവകലാശാല അഭിനയിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പരിചയപ്പെട്ട്. പിന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാം നമ്മളെ തക്കാടാണ്, മോഡൽ സ്കൂളാണ്, കോമൺ ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളാണ്. അതിൽ ഈ ഒരു കഴിഞ്ഞ വർഷം കൂടെ നമ്മുടെ അവിടെ തക്കാട് തന്നെ ഉള്ള ശിവൻപിള്ള എന്ന് പറഞ്ഞാൽ അവിടെ സീനിയറാണ്, ലാലേട്ടൻ്റെയൊക്കെ സീനിയറാണ്. ലാലേട്ടൻ എന്നെക്കാളും 3-4 കൊല്ലം സീനിയറാണ്.
അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ ചേട്ടാ ശിവൻപിള്ള എവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ അവിടെ വീട്ടിലുണ്ട് ഒന്ന് വിളിക്കും സംസാരിക്കും കുറേ നാളായില്ലെന്ന്. അങ്ങനെ ഞാൻ അവിടെ തന്നെ അദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു അണ്ണാ ഒരു സർപ്രൈസ് ഉണ്ട്, ഒരാളുടെ ഫോൺ എടുക്കും. അങ്ങനെ ഫോൺ എടുത്തു. അപ്പം പഴയ ആൾക്കാരൊക്കെ കാണുമ്പോൾ ചോദിക്കും ഇന്ന ആളെവിടെ ഉണ്ട് ഇന്ന ആളെവിടെ ഉണ്ടെന്നൊക്കെ ചോദിക്കും. കാര്യം ഈ പരിസരം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിഹാര കേന്ദ്രമായിരുന്നല്ലോ. എല്ലാം ഇവിടുത്തെ മെയിൻ താരങ്ങളായിരുന്നു. അതുപോലെ ജഗദീഷ് ശ്രീകുമാർ, അദ്ദേഹമായിട്ട് എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? അത് അമ്പിളിച്ചേട്ടൻ അതിന് മുമ്പേ അറിയാം. അമ്പിളിച്ചേട്ടൻ ഞാൻ 1981 തോന്നുന്നു. അമ്പിളിച്ചേട്ടൻ മാർവാനസ് കോളേജ്, ഞാൻ മാർവാനസിലാണ് പഠിച്ചത്. അമ്പിളിച്ചേട്ടൻ മാർവാനസിലാണ് പഠിച്ചത്. അപ്പം 81 82 എനിക്ക് കൃത്യം ഓർമ്മയില്ല. അന്ന് കോളേജിൽ ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ ഉണ്ട്. അങ്ങനെ ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ വന്നപ്പോഴത്തേക്കും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ടോമിയാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി. എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന രാജൻ മാത്യൂസിൻ്റെ കാറിൽ, അന്ന് അവനെ കാറുള്ളൂ. അപ്പോൾ അവൻ്റെ കാറിലാണ് ഇദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞാ എന്നെ കൂടെ കൊണ്ടുപോകാൻ തോന്നുന്നു. നീ ഒന്നും പറയണ്ട. ഇവന്മാർ വലിയ ജാടയിൽ ഈ രണ്ടും കൂടെ ഇദ്ദേഹത്തിനെ വിളിക്കാൻ പോയി. കോളേജിൽ വന്നു, ഇനാഗുറേഷൻ കഴിഞ്ഞു. ജനസമുദ്രത്തിനിടയിൽ ഞാനും ഇടിച്ച് കയറി വന്ന് ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയോ ഇദ്ദേഹം കാറിലോട്ട് കയറുമ്പം തൊട്ട് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവനും കയറുന്നു, ഇവൻ ഓടിക്കാൻ കയറുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അനിയാ ചുമ്മാ വണ്ടി കയറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കയറല്ല ചുമ്മാ എന്ത് പറഞ്ഞത് അദ്ദേഹത്തിന് തോന്നി കയറാൻ പറയും. യവന്മാർക്കോടെ കട്ട കലിപ്പ്. കാര്യം എന്നെ കയറ്റില്ല തോന്നുന്നു, ഇങ്ങനെ വിളിച്ച് കയറ്റില്ലേ. അങ്ങനെ എന്നെ കയറ്റി ഇരുത്തിയിട്ട് നേരെ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പറഞ്ഞാൽ വീട്ടിലോട്ട് പോകണ്ട, നേരെ ഈ ഫ്ലാറ്റ് കണ്ട. ഇതാണ് ഞാൻ 2005 മുതൽ 2000 ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഒരു താമസിച്ച ഫ്ലാറ്റാണ്. 17 കൊല്ലം താമസിച്ച ഫ്ലാറ്റാണ്. അത് നികുഞ്ചം തന്നെ. അത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചതാണ്. അതിന് മുമ്പ് തൊട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അവിടെ വാടകയ്ക്കായിരുന്നു ഞാനും വൈഫും മോളും കൂടെ. അപ്പോൾ ഈ ഫ്ലാറ്റിൽ അന്ന് ഈ ഫ്ലാറ്റ് ഇല്ല. ഈ ഫ്ലാറ്റിരിക്കുന്ന സ്ഥലത്ത് കൺട്രി ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണ്. അത് ക്ലബ്ബാണ്. അവിടെ ബാറും ഒക്കെ ഉണ്ട്. കാറ് ഇവിടെ എത്താറായി പറഞ്ഞു വീട്ടിലോട്ട് പോകണ്ട, ഇങ്ങോട്ട്. അന്ന് അമ്പിളിച്ചേട്ടൻ്റെ വീട് ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് തിരിയുമ്പോഴത്തെ ഒരു 1/2 കിലോമീറ്റർ പോയാൽ മതി. ഇവിടെ കയറാൻ പറഞ്ഞു. അങ്ങനെ നേരെ ഇതിനകത്ത് കയറി. എന്നിട്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ ചെന്ന് അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജോർജ് ആരോ വിളിച്ചിട്ട് ഒരു ഫുള്ള് കൊണ്ടുവരാൻ പറഞ്ഞു. ഫുള്ള് കൊണ്ടുവന്ന് അവിടെ വന്നിട്ട് ഓരോന്ന് ഒഴിച്ചു. അപ്പോൾ നിങ്ങൾ അടിക്കുമല്ലേ, നമ്മളപ്പം വല്ലപ്പോഴും ഒക്കെ കോളേജിലാണ്. അപ്പം അങ്ങനെ ഒഴിച്ചടിച്ചിട്ട് അമ്പിളിച്ചേട്ടൻ പറഞ്ഞു ഞാൻ പോവാണ്, നിങ്ങൾ എൻജോയ് ചെയ്തോ, നിങ്ങൾ ബില്ലൊന്നും കൊടുക്കേണ്ട, എല്ലാം ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. അപ്പം വണ്ടിയിൽ വെച്ച് ഞാൻ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മാവൻ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു. അപ്പോൾ അമ്മാവനും എൻ്റെ അച്ഛനും എൻ്റെ ചിറ്റപ്പനും ഒക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടൊക്കെ നല്ല പരിചയമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സർവകലാശാല വരുമ്പോഴാണ് ഞാൻ പിന്നെ ഓർമ്മിച്ചു ചേട്ടാ അന്ന് കോളേജിൽ പോകാൻ നേരത്തെ ഇങ്ങനെ വന്നതും അപ്പോൾ ഓർമ്മയുണ്ടെന്ന്. അപ്പം അങ്ങനെ പിന്നെ അമ്പിളിച്ചേട്ടനുമായിട്ടൊരു വളരെ നല്ല ബന്ധമായിരുന്നു. കാര്യം സിനിമയിലല്ലാത്ത ഒരു ഇതാണ്. ഇപ്പം ഞാൻ ഫംഗ്ഷനൊക്കെ വെച്ച് കാണുന്നല്ലാതെ എനിക്ക് പോയി കാണാൻ വലിയ വിഷമം. കാര്യം എനിക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന് അങ്ങനെ കാണാൻ താല്പര്യമില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മളും ഭയങ്കര മൂഡ് ഔട്ടാവും. അതുകൊണ്ട് വലിയ വിഷമമാണ്. അതാണൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹം തിരിച്ച് സിനിമയിൽ വരണം എന്നുള്ളത്. അദ്ദേഹം ആക്സിഡൻ്റ് ആയി വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം കാണാൻ പോയതാണ്. ഞാൻ ആരുടെടുത്തും പറഞ്ഞില്ല. ഞാൻ ഇവിടെ നേരെ എയർപോർട്ടിൽ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് പോയി 2 പ്രാവശ്യം പോയി കണ്ടതാണ്. പക്ഷേ അതൊരു വലിയ കഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കാണാൻ പോകാറില്ല. അപ്പോൾ ഇങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടെ ആയി നടക്കുന്ന സമയത്തും ഈ ഒരു എന്താ പറയുക ഒരു പൊങ്ങുതടി പോലെ അങ്ങ് പോകുമായിരുന്നല്ലേ? എന്നൊരു ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യമുണ്ട്, ഇത് രക്ഷപ്പെടണമെന്നുള്ള ലക്ഷ്യമുണ്ട്. അല്ല എന്ത് രക്ഷപ്പെടണം അതാണ് അതൊരു കാര്യം. ആ ഒരു സീരിയസ്നെസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് തന്നെ എല്ലാ ഡയറക്ടേഴ്സിനെയൊക്കെ പോയി കണ്ട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ട് നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഇന്നത്തെക്കാളും കുറേ കൂടെ പടങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇത് നമ്മളങ്ങനെ അതിനുവേണ്ടി പോവുകയോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒട്ടുമുക്കാൽ ആൾക്കാർ വന്ന് ചെന്നൈയിലാണ്. ഇവിടെ കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നേരെ തിരിച്ചായി. ചെന്നൈയിൽ ആ കൂടെ 2-3 പേരെ ചെന്നൈയിലുള്ളൂ. ബാക്കി എല്ലാവരും കൊച്ചിയിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എനിക്ക് തോന്നുന്നു ഈ പുതുതായിട്ട് വന്ന ആൾക്കാരെ ഒഴിച്ചാൽ പഴയ ആൾക്കാരിലൊരു 10-75% ആൾക്കാരുടെ കൂടെ വർക്കും ചെയ്തു. അപ്പം ഈ അന്നത്തെ കാലത്ത് അത്രയും ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്നുള്ളതാണ് കാര്യം. സിനിമയിൽ വന്ന് പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് പ്രൊഫഷനായിട്ട് എടുക്കാമെന്നുള്ള തീരുമാനം തന്നെ ഉണ്ടാവുന്നത്. വന്നതിന് ശേഷവും ഞാൻ ഇൻ്റർവ്യൂക്ക് പോയിട്ടുണ്ട്, ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് ഇപ്പോഴത്തെ ചോദിക്കാറുണ്ടോ? ഇപ്പോഴും ചോദിക്കും. അങ്ങനെ ചോദിക്കാതിരിക്കാൻ ഒക്കില്ല. നമ്മൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു 30 ആർട്ടിസ്റ്റേ ഉള്ളുവെങ്കിലും ഒന്നും ചോദിക്കണ്ട, വീട്ടിൽ ഒന്ന് നമ്മളെ ചുമന്നുകൊണ്ട് പോകും.
ഇതിപ്പോൾ 3000 പേരുണ്ട് അഭിനയിക്കാൻ, മനസ്സിലായില്ലേ? അപ്പം ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കണം. ഒരിക്കലും ഡയറക്ടറെയോ പ്രൊഡ്യൂസറെയോ കുറ്റം പറയാറില്ല. പല സമയങ്ങളിലും അവർ പറയുന്നുണ്ടോ, അയ്യോ നന്ദു ചേട്ടാ നിങ്ങളെ കാര്യം ഓർത്തില്ലല്ലോ, ഇല്ലെങ്കിൽ നിങ്ങൾ ആ വേഷം ജയിക്കായിരുന്നു, നമ്മൾ ആളിന് തപ്പി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് കാര്യം, നമ്മൾ ഓർമ്മിച്ചില്ല, നമ്മളിവിടെ ഉണ്ടെന്നുള്ളത് അറിയിക്കണ്ടേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മളെ ആൾക്കാരെയൊക്കെ വിളിക്കും, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കും, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു ഹലോ കൊടുക്കും, അത്ര തന്നെ. എപ്പോഴും കൊടുത്താലും ശല്യമായി, ഭയങ്കര ശല്യമാണ് വാട്സാപ്പിൽ എന്ന് പറഞ്ഞാൽ. കാര്യം 350 മെസ്സേജാണ് രാവിലെ വരണം, ഗുഡ് മോർണിംഗ് രാവിലെ. അതായത് ഇത് ഈ വരണമെന്ന് മാത്രമല്ല, ഇത് കാരണം ഈ ഭാര്യയ്ക്ക് എപ്പോൾ നോക്കിയാൽ ഈ ഫോൺ തന്നെ രാവിലെ ഞാൻ ഈ ജോലി തീർത്തോണ്ടിരിക്കുക, ഗുഡ് മോർണിംഗ് തിരിച്ചു. ഇത് 2 ദിവസം ആഴ്ചയിലേക്ക് വരും, ഫോൺ വരും, ഹലോ എവിടെ ഉണ്ട്, ഇത് ഒന്നുമില്ല ഞാൻ മരിച്ചു പോയത്, അല്ലല്ല ഒന്നുമില്ല വെറുതെ. പറഞ്ഞ് ചില ആൾക്കാരുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ഭയങ്കര ഇറിറ്റേഷനാണ് എന്ന് പറഞ്ഞാൽ ശരിയാ ഭയങ്കര ഇറിറ്റേഷനാണ്. രാവിലെ ഫസ്റ്റ് അങ്ങനെയുള്ള മെസ്സേജ് തന്നെ വരും, ഗുഡ് മോർണിംഗ്. നമുക്കത് പറയാനും വയ്യ. അപ്പോൾ ഇപ്പോഴൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് നമ്മളെ സ്കൂളിൽ ഞങ്ങൾ നഴ്സറിയിൽ ഒരുമിച്ച് പഠിച്ച കുറച്ച് പേര്, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, ഞങ്ങളെല്ലാം കൂടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പ് ഫോം ചെയ്യാനെ പറ്റി ലാസ്റ്റ് പറഞ്ഞു, നമുക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാം. അപ്പോൾ ഞാൻ ഉണ്ടാകാതിരുന്നു. കാര്യം ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ ഗ്രൂപ്പിനോട് വലിയ താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ കുറേ ഗ്രൂപ്പിലുണ്ട്, ഒരു ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവ് അല്ല, ഞാൻ നോക്കൂല മെസ്സേജ്. എൻ്റെ തെക്കാടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സിൻ്റെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ, റിപ്ലൈ ചെയ്യുള്ളൂ. പിന്നെ അല്ലാതെ 1-2 ഗ്രൂപ്പിൽ വല്ലപ്പോഴും, അല്ലാതെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇടപെടില്ല. കാര്യം എനിക്ക് താല്പര്യമില്ല. കാര്യം ഇതൊക്കെ വായിച്ചിട്ട്, കാര്യം ഇത് പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തവരാണ് ഇരുന്ന് ഇതെങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗ്രൂപ്പ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഫോം ചെയ്യാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഗുഡ് മോർണിംഗ് മെസ്സേജ് ആരെങ്കിലും ഒരെണ്ണം അയച്ചാൽ ഞാൻ അപ്പം തന്നെ ഇറങ്ങി പോകുന്നു. താല്പര്യം അപ്പോൾ ആർക്കും താല്പര്യമില്ല, എല്ലാവർക്കും തന്നെ ആർക്കും. അപ്പം പറഞ്ഞു എല്ലാവരും അയക്കാൻ കണ്ടാൽ പറഞ്ഞു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇല്ല, പരിപാടി ഇല്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ എന്താ പറയുക, ചാൻസ് ഒന്നും ചോദിച്ചില്ലെങ്കിൽ പോലും വലിയൊരു അംഗീകാരം കിട്ടിയത് അടൂർ ഗോപാലൻ സാറിൻ്റെ സിനിമയിലേക്ക് വിളിച്ചു എന്നുള്ളതാണല്ലോ. ആ ചാൻസ് ചോദിച്ചിട്ട് കിട്ടിയതാണോ? അത് ഒരു വണ്ടിയുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. അതായത് ഞാൻ എനിക്ക് കുറച്ച് നിങ്ങളുടെ അത്ര ഇല്ലെങ്കിലും എനിക്കും ശകലം ഭ്രാന്തുണ്ട് വണ്ടിയിൽ. അപ്പോൾ അന്ന് ഈ പണ്ടത്തെ കാലം, അതായത് നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ തിരുവനന്തപുരം നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാ വണ്ടി ആരുടെയാണെന്ന് അതിൻ്റെ നമ്പറും കാണാതെ അറിയാം. ഞാനും നമ്മുടെ വേറെ ഫ്രണ്ടുണ്ട് ചന്ദ്രപ്രതാപ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഷട്ടിൽ കളിക്കാൻ പോകും. ഞങ്ങൾ അടുത്ത കൂട്ടം എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് വിടും. അപ്പം ഞങ്ങൾ റോഡിൽ നിൽക്കുമ്പോൾ ഒരു കാറ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ കാറിന് ഞങ്ങൾ വിലയിടും. വിലയിടുന്ന പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് അല്ലേ ഇടുന്നത്, അതിൻ്റെ ഒരു എന്തൊക്കെയുണ്ട്. അപ്പം അന്നൊക്കെ കുറേ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനെ മുകളിലൊരു ആൻറ്റിനയുണ്ട്, പിന്നെ ഒരു മിറർ, ഇപ്പോൾ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മിറർ, പിന്നെ 2 ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ് കുറേ സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ നോട്ട് വെച്ചു. അപ്പം നമുക്കിതൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പം എടാ ആ മറ്റേ മഞ്ഞ വണ്ടിയില്ലേ ബാക്കിൽ മറ്റേ ഒരു ഇങ്ങനെ ഒരു കുറ്റി പോലെ നിൽക്കണം, ആ വണ്ടിയാണ് 48-16. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു എന്തൂസിയാസം കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഉള്ള ഒരു സ്വഭാവം ഉള്ളതെന്നുണ്ട്. പല വണ്ടികളും നമുക്കറിയാം, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിൻ്റെ വണ്ടി. അപ്പോൾ എനിക്ക് അടൂർ സാറിൻ്റെ വണ്ടി നീല ഹോണ്ട സിറ്റിയാണ്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് അറിയാം ഈ വണ്ടി എവിടെ കണ്ട, കാര്യം ആ കളർ വേറെ പലർക്കും ഇല്ല. അപ്പോൾ ആ വണ്ടി കണ്ട എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ വെള്ളയമ്പലം പോയിട്ട് മാനവീയം റോഡുണ്ട്, ഇപ്പോഴത്തെ മാനവീയം റോഡിൽ ഇങ്ങനെ അന്ന് ആരുമില്ല റോഡിൽ, ഉച്ചയ്ക്ക് ഒരു 2:30 മണി സമയത്ത് ഇങ്ങനെ പോകുമ്പം സാറിൻ്റെ വണ്ടി ഇടിച്ച് ഫ്രണ്ട് കംപ്ലീറ്റ് ചളങ്ങി ചമ്മന്തി വരെ കിടക്കും. ദൂരെ നിന്ന് ഈ കളർ കണ്ടാൽ മനസ്സിലായി അടൂർ സാറിൻ്റെ വണ്ടി. അടുത്ത് വന്നപ്പോൾ നമ്പർ കണ്ടാൽ മനസ്സിലായി. അപ്പോൾ ഞാൻ ഉടനെ തന്നെ വണ്ടി നോക്കിയപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഫുട്പാത്തിൽ അടൂർ സാർ ഇങ്ങനെ ഒരു പോസ്റ്റർ പിടിച്ചിരിക്കുന്ന ഇപ്പോൾ ഉണ്ട്. ഒരു 3-4 പേര് അപ്പുറത്ത് മാറി നിന്ന് സംസാരിക്കുന്നു, വേറെ ഒരു മനുഷ്യനില്ല അവിടെ. ഞാൻ വണ്ടി കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ സാറിന് ഇഷ്ടപ്പെടുമോ അറിഞ്ഞും കൂടാ, എന്തായാലും ആവട്ടെ, ഒരു ആവശ്യമല്ലേ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടല്ലേ, നമുക്ക് പോയി സഹായിക്കാൻ പറ്റുമോ നോക്കാൻ പാടില്ല. സാറിന് എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ വണ്ടിയോട് ഞാൻ സാർ നമസ്കാരം, എൻ്റെ പേര് നന്ദു എന്നാണ്, ഞാൻ സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യും, പിന്നെ അത്രയുണ്ട്. അപ്പം മനസ്സിലായി അധികം സംസാരിക്കില്ല. വേണു നാഗവള്ളിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടെ ആണെന്നോ ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ടെക്നീഷ്യനും കൂടെ ആണെന്ന് പറഞ്ഞപ്പോൾ സാറിന്, അപ്പോൾ ഞാൻ പറഞ്ഞു സാറിൻ്റെ വണ്ടി എനിക്ക് കണ്ടാൽ മനസ്സിലായി, സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എവിടെയെങ്കിലും കൊണ്ടുവിടണോ? വേണ്ട കുഴപ്പമില്ല, ഞാൻ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പോലീസിൽ വരണോ ആരെങ്കിലും? ഇല്ല വേണ്ട, ഞാൻ കമ്മീഷണർ, അന്ന് പത്മകുമാർ സാറാണ് കമ്മീഷണർ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഒരു പയ്യൻ്റെ എതിരെ വന്നു, അവൻ്റെ കുഴപ്പമാണ്, പക്ഷേ എൻ്റെയും കുഴപ്പമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല, കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷേ അയാളുടെ ട്രീറ്റ്മെൻറ്റും കാര്യം വലിയ കുഴപ്പമൊന്നുമില്ല, അയാൾ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അയാളുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഞാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കേസൊന്നുമില്ല, അവർ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സാറ് ഒരു കാര്യം ചെയ്യണം,
അഥവാ പോലീസ് വെച്ചാൽ സാറല്ല ഓടിച്ചത്. സാർ ഇപ്പോഴും പറയും, സാർ ഇപ്പോഴും കാണുമ്പോൾ പറയും സാറല്ല ഓടിച്ചതെന്ന് പറയണം, കൂടെ ഇരുന്ന ആളാണ് ഓടിച്ചത്, വെറുതെ എൻ്റെ പുറകെ പോട്ടെ. സാറ് ചിരിച്ചിട്ടേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞോളാം. അത്രയും വലിയൊരാളല്ലേ, അദ്ദേഹത്തിനെ ബുദ്ധി. പക്ഷേ എനിക്ക് വിഷമം തോന്നിയത് അടൂർ സാറിനെ നമ്മൾ ലോകത്ത് എവിടെ കണ്ടാലും അടൂർ സാറിൻ്റെ ഒരു കാരിക്കേച്ചർ വരച്ചാൽ നമ്മൾ ഉടൻ പറയും അടൂർ സാർ. അങ്ങനെ ഒരാൾ അവിടെ ആക്സിഡന്റ് ആയിട്ട് അവിടെ നിൽക്കുക, വണ്ടി അവിടെ കിടന്ന് സാറ് നിൽക്കുക, ഒരു മനുഷ്യൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് നിൽക്കാന്ന് മനസ്സിലായി. ഒരു മനുഷ്യനില്ല. അതിങ്ങനെ നോക്കിക്കൊണ്ടു എന്നിട്ട് അടൂർ സാർ നിൽപ്പുണ്ട് അവിടെ. അപ്പം അതേസമയം അവിടെ ഒരു നടിയോ ഒരു നടനോ വല്ലതും നിന്നിരുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് വിഷമം തോന്നി പോട്ട്. അപ്പം അത് കഴിഞ്ഞ് സാർ കുറേ നേരം നിന്നു. അപ്പോൾ എനിക്ക് എയർ ഇന്ത്യയുടെ ഓഫീസിൽ കേശവൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിനെ കാണാം. അദ്ദേഹം 3 മണി വരെ കാണുള്ളൂ എന്ന് പറഞ്ഞു. മണി 2:45 ആവുന്നു. അപ്പോൾ എനിക്ക് പോകാനും സമയം. ഞാൻ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ സാറിന് തോന്നുന്നു, സാർ എനിക്ക് പോകണം, ഞാൻ പൊയ്ക്കോട്ടാന്ന് ചോദിച്ചു. ആ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ സാർ വെച്ചു പേരെന്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നന്ദു. സാറൊരു സ്ലിംഗ് ബാഗെടുത്ത് എഴുതി നന്ദു എഴുതി പോക്കറ്റിലിട്ട്. എന്നിട്ട് സാറ് ഞാനങ്ങ് പോയി. അടുത്ത ദിവസം രാവിലെ ആയപ്പം എനിക്ക് അപ്പം ഈ 4 പെണ്ണുങ്ങളുടെ ഷൂട്ടിങ്ങിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിരിക്കുക, അടുത്ത ഷെഡ്യൂൾ തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ സാറിന് എനിക്ക് വേഷം തരണമെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അത് കഴിഞ്ഞ് സാറ് അടുത്ത ദിവസം രാവിലെ എന്നെ 2 പേര് വിളിച്ചു. അലിയാരി സാറും വിളിച്ചു, പിന്നെ മരിച്ചുപോയ രവി വെള്ളത്തോളി ചേട്ടൻ, 2 പേര് സാറുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അലിയാരി സാറ് വിളിച്ചിട്ട് പറഞ്ഞു, അനിയാ ഒരു കോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ സാറേ? അടൂർ സാറിനൊന്ന് വിളിക്കുതാൻ എന്നുകൊണ്ട് സാറ് നമ്പർ അയച്ചിരുന്നു, വീട്ടിലെ നമ്പർ അയച്ചു. അപ്പോൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇദ്ദേഹം വിളിച്ചെന്നെ, നന്ദു നല്ല കോളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ എനിക്കെന്താ ഈ കോളെന്നറിയില്ല. ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് വീട്ടിലോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ഞാൻ എപ്പോൾ വരണം? രാവിലെ എപ്പോഴെങ്കിലും. നമ്മൾ എപ്പോൾ വേണമെങ്കിലും വരാം, 6 മണിക്ക് വരാമോ? നമ്മൾ 6 മണിക്ക് വരാം സാർ പറഞ്ഞു. ഞാൻ 6 മണിക്ക് വന്നപ്പോൾ 5 മണിക്ക് വന്നവരവിടെ ഇരിപ്പുണ്ട് കണ്ടിട്ട്, സാറിനെ കണ്ടിട്ട്. സാറ് ഫുൾ ഉഷാറാണ്. അപ്പം 7 മണിയായപ്പോൾ 6 മണിയായപ്പം സാറുമായിട്ട് സംസാരിച്ചു. സാറ് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെയാണ് അദ്ദേഹം നേരത്തെ കണ്ടിട്ടേ ഇല്ല ചേട്ടൻ്റെ സിനിമകളൊന്നും. ഇല്ല എവിടെ അല്ല, സാർ അങ്ങനെ എല്ലാ സിനിമയും കാണുമെന്ന് എനിക്ക് തോന്നില്ല. ഒരുപക്ഷെ കാണാത്ത നന്നായി. കണ്ടിരുന്നെങ്കിൽ എന്നെ വിളിക്കില്ല. ഈ കോമാളി വേഷം ചെയ്തിട്ട് എവിടെ വിളിക്കാം? ഈ കോമാളി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ സാറ് കാണാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് സാറിൻ്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കക്ഷിയുണ്ട്, അയാൾ ആ പടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്പലപ്പുഴയിലെ ഷൂട്ടിങ് പോണതിൻ്റെ തലേ ദിവസമാണ് എന്നെ ഇവൻ വിളിച്ചത്. ചേട്ടാ ഭയങ്കര വേഷമുള്ള ചേട്ടൻ്റെ. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ വെച്ച് അങ്ങോട്ട് നടന്നു പോകുന്ന സംഭവമാണ്. നമുക്ക് സാറിൻ്റെ പടത്തിലൊന്ന് എത്തി നോക്കിയാൽ സന്തോഷം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ പ്രധാന കഥാപാത്രം, അത് പെണ്ണുങ്ങളാണ് പ്രധാനം. അപ്പം ഗീതു മോഹൻദാസിൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു അങ്ങനെ പോയാൽ ചെയ്ത്. അപ്പോൾ ആ സിനിമ ഇവിടെ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചപ്പോൾ ഈ രഞ്ജിത്തേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമാക്കാരവിടെ ഉണ്ടായിരുന്നു. ടി വി ചന്ദ്രേട്ടൻ എല്ലാവരും ആ പടം കണ്ടതാണ്. അപ്പം പടം അപ്പം ഈ അതിനകത്ത് സാറിനെയും ഒക്കെ ആദരിച്ചു. നമ്മൾ അവിടെ ഉള്ള ഗീതു മോഹൻദാസ് നമുക്കൊക്കെ ഒരു ആ ഷോയ്ക്ക് മുമ്പ് ഒരു ആദരം പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞപ്പോഴാണ് ഇവരെല്ലാം വന്നിട്ട് ഷേക്കാൻ വന്നിട്ട് നീ ഇത്ര സീരിയസ് ആയിട്ടൊക്കെ അഭിനയിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് സീരിയസ് ആയിട്ട് അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. നിങ്ങൾ വേഷം തന്നില്ലല്ലോ, നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് ഈ വേഷമല്ലേ തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. ഇപ്പോൾ അത് കിട്ടി. അതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ ചന്ദ്രേട്ടനും അവർ എല്ലാ ആൾക്കാരും സീരിയസ് ക്യാരക്ടേഴ്സ് തന്ന് അങ്ങനെയാണ് അവർ രഞ്ജിയേട്ടനെ തിരക്കഥാ എന്ന സിനിമയിൽ വേഷം ചെയ്തത്. അത് കഴിഞ്ഞാണ് പിന്നെ സ്പിരിറ്റ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു എന്താ സ്പാർക്ക് അടിച്ചത് അവിടെയാണ്. ഞാൻ ശരിക്കും ആലോചിച്ചെന്താ അറിയോ, ഇദ്ദേഹത്തിൻ്റെ ഈ അടൂർ സാറിൻ്റെ ഒക്കെ ഒരു നിരീക്ഷണം ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയാളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ കഥാപാത്രം വന്നു. അതെ അത് സാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് നന്ദുവിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ തോന്നി നാരായണൻ എന്ന ആളെ കിട്ടി. സാർ ഈ ക്യാരക്ടറിന് ആളെ കിട്ടാതെ സാർ ഇരിക്കുന്നത്. സാർ കുറേ ഡിസ്കഷൻ പലരുമായിട്ടൊക്കെ സംസാരിച്ച് ആരെ വയ്ക്കും ആലോചിക്കുമ്പോഴാണ് എന്നെ നത്തു പോലെ ഒരുത്ത ഇങ്ങനെ ഒന്ന് ഫ്രണ്ടി വന്ന് അന്നൊക്കെ ശരിക്കും അത് ഇന്ദ്രൻസേട്ടനുമായിട്ട് ശരീരത്തിൻ്റെ കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അയ്യോ ഭയങ്കര. അന്ന് ഇന്ദ്രണ്ണനെ കാണാനേ പറ്റൂലായിരുന്നു. എന്നെ എവിടെയെങ്കിലും കാണായിരുന്നു. ഇന്ദ്രണ്ണ സാറിന് മുണ്ടും തട്ടുണ്ട്. ഞാനന്ന് കുറെ കളർ ഡ്രസ് ഇതുവരെക്കാളും കളറൊക്കെ ആയിട്ടുള്ള സാധനം വാരിയിട്ടെങ്കിലും നടക്കും. അയ്യോ ഭയങ്കര മെലിഞ്ഞ ശരീരമായിരുന്നു. ഈ അടൂർ സാറിൻ്റെ സംവിധാന രീതി എങ്ങനെ? കാരണം പ്രത്യേകിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്താണെന്നുള്ളതിലൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ രീതി? സാറിൻ്റെ രീതി മറ്റുള്ളവരിൽ നിന്ന് മാറുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, സ്ക്രിപ്റ്റ് കൈ തരില്ല. ഏത് കൊലക്കൊമ്പൻ അഭിനയിച്ചാലും സ്ക്രിപ്റ്റ് കൈ തരില്ല. സ്ക്രിപ്റ്റ് ഇങ്ങനെ കാണിച്ചു തരും വേണമെങ്കിൽ. സാറിൻ്റെ മീരാൻ സാഹിബ് എന്ന് പറഞ്ഞ സാറിൻ്റെ അസോസിയേറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സ്ക്രിപ്റ്റ് ഇരിക്കുന്നത്. ഈ 2 പേരുടെ കയ്യിൽ സ്ക്രിപ്റ്റ് ഇരിക്കും. കോപ്പി ഇല്ല സ്ക്രിപ്റ്റിന്.
അതായത് നമ്മൾ മറ്റേ 4 കോപ്പിയാണ് ഇപ്പൊ ഓരോ അസിസ്റ്റന്റ് ഡയറക്ടർമാരും കഷത്തി വെച്ചിട്ടുണ്ടാകും ഓരോ കോപ്പി. അവിടെ ആ പരിപാടിയില്ല, ഒറ്റ ഒറിജിനൽ മാത്രമേ ഉള്ളൂ. അത് കാണിച്ചിരുന്നു, നമ്മളത് വേണം നോക്കി എഴുതിയെടുത്ത് പഠിച്ചോളാം ഡയലോഗ്. പ്രോംപ്റ്റിങ്ങും ഇല്ല. അല്ല, അപ്പൊ ആദ്യമായിട്ട് കഥാപാത്രം എന്താന്ന് പോലും കാര്യമാണെന്ന് പിന്നെ അതൊക്കെ പറഞ്ഞു തരും. അതൊക്കെ സാറ് കൃത്യമായിട്ട് പറഞ്ഞു. അത് പറയാതെ നമുക്ക് അഭിനയിക്കാമല്ലോ. നമ്മൾ ഇന്നതാണ് കഥാപാത്രം, അത് സാറ് നമ്മളവരുടെ തിരുത്തി വളരെ ശാന്തമായി പറഞ്ഞു തരും, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അതെല്ലാം സാർ എല്ലാ കാര്യവും പറഞ്ഞു തരും. പക്ഷേ ഈ സ്ക്രിപ്റ്റ് നമുക്ക് വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ചിരുന്ന് വായിച്ച് അതൊന്നും ആ പരിപാടി നടക്കില്ല. സാറ് പറയും, അത് ചെയ്യും. അത് പിന്നെ അതുപോലെ തന്നെ സാർ അവിടെ വെച്ച് വഴിയിട്ട് തിരുത്തൽ, സാറ് പ്രിന്റ് ചെയ്ത സാധനമായിരിക്കും, അത് അതുപോലെ പറഞ്ഞു തരും. നമ്മളതൊക്കെ ചെയ്യുക. അതിന് അഭിനന്ദനമൊക്കെ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് അത് ഒരു ലെറ്റർ ഞാൻ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. സാർ എനിക്കൊരു ലെറ്ററായി, സാർ എല്ലാവർക്കും ലെറ്ററായി. അപ്പൊ പൈസയുടെ കാര്യമൊന്നും സംസാരിച്ചില്ല, കാര്യം പൈസ നമ്മൾ പ്രതീക്ഷിക്കില്ല. കാര്യം സാറിന്റെ പടത്തിൽ ഒരു വേഷം ചെയ്യാന്നൊരു ഭാഗ്യം എന്നുള്ള ഒരു ഇത് നിൽക്കുമ്പോൾ അപ്പോൾ സാർ എനിക്ക് ഷൂട്ടിങ് പടം എല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ, രജിസ്റ്റേർഡ് ലെറ്റർ, അതിൻ്റെ കൂടെ ഒരു ചെക്കും കൂടെ ഉണ്ട്. ആ ചെക്ക് തന്നിട്ട് ഇത് താങ്കളുടെ എൻ്റെ കഥാപാത്രത്തെ താങ്കൾ വളരെ പരിപൂർണമായിട്ട് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു എന്നുള്ളതിൽ എനിക്ക് സന്തോഷം. ഇത് ചെറിയ സമ്മാനമായിട്ട് എഴുതുക, റെമ്യൂണറേഷനായിട്ടല്ല, ഒരു സമ്മാനമായിട്ട് എഴുതുക. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. സസ്നേഹം, അടൂർ ഗോപാലകൃഷ്ണൻ. ഒരു ലെറ്റർ, ഞാൻ ഒരു ലെറ്റർ തിരിച്ചെഴുതി. സാർ വളരെ സന്തോഷം, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. സന്തോഷം. സാറിൻ്റെ ഗിഫ്റ്റ് എനിക്ക് സന്തോഷമായി, വളരെ സന്തോഷം. അതും പ്രതീക്ഷിച്ചതല്ല, എല്ലാം അപ്രതീക്ഷിതമായിട്ട് കിട്ടിയത് വളരെ ഭാഗ്യം. എല്ലാം എഴുതി ഒപ്പ് വിട്ടതിന് ശേഷം ലാസ്റ്റിൽ NB എന്നിട്ടിട്ട് വെള്ളയമ്പലം മാനവീയ റോഡ് വഴി പോകുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലത്തെ നാരായണനെ പോലത്തെ കുഴപ്പങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്ന് ചാടും. എനിക്കത് ഇഷ്ടപ്പെട്ടു. ശരി. അപ്പോൾ ഏത് സമയത്താണ് ശരിക്കും ഇനി സിനിമ തന്നെയാണ് ജീവിതം എന്ന് തീരുമാനിച്ചത്? ഈ ഒരു സമയമൊക്കെ അല്ല, അത് ഈ ഓട്ടോയുടെ ഒക്കെ സമയം. ഓട്ടോ അത് 87 ഈ സിനിമ റിലീസ് ആവണം, സർവകലാശാല. അത് കഴിഞ്ഞ് വേണിച്ചേട്ടൻ തന്നെ അയിത്തം ചെയ്തു, പിന്നെ സ്വാഗതം ചെയ്തു, പിന്നെ GS വിജയൻ്റെ ഫസ്റ്റ് പടം റഹ്മാനും മമ്മൂക്കയും ചരിത്രം അത് ചെയ്തു. പിന്നെ അങ്ങനെ ഏതോ ഒരു 4-5 പടങ്ങൾ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഓട്ടോയിലേക്കൊക്കെ വന്നതിന് ആ സമയത്തൊക്കെയാണ് പിന്നെ ഇത് പ്രൊഫഷനായിട്ട് എടുക്കാം, കാര്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തപ്പോൾ അതിന് കാശ് കിട്ടി. ആദ്യമായിട്ട് 3 ശമ്പളം തന്നത് ഓട്ടോയ്ക്കാണ്. മണിയമ്പള രാജശേഖരനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിന് 3000 രൂപയാണ് എൻ്റെ റെമ്യൂണറേഷൻ. അപ്പോൾ 3000 രൂപയ്ക്കൊക്കെ അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. എനിക്ക് ആദ്യം അയിത്തെന്ന് പറഞ്ഞാൽ സർവകലാശാലയ്ക്കൊന്നും തന്നില്ല. അയിത്തെന്ന് പറഞ്ഞ സിനിമ രണ്ടാമത്തെ പടം ചെയ്തപ്പോഴത്തേക്കും 500 രൂപ എടുത്തു തന്നു. ഈ 500 രൂപ വന്നിട്ട് ഞാൻ ഇങ്ങനെ നാടി 500 രൂപ കണ്ടിട്ട്, കാര്യം 500 രൂപ കാര്യം വലിയ എമൗണ്ട് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാര്യം അന്ന് 1 ലിറ്റർ പെട്രോളിന് 7 രൂപ കൊണ്ട് 7,000 രൂപ ഉള്ളൂ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് 3000 രൂപ ആദ്യമായിട്ട് ഒരു 3 ശമ്പളം തന്നത് ഈ സിനിമയിലാണ്, രാജശേഖരനാഥ്. അപ്പം നമുക്ക് പിന്നെ കുറച്ച് എന്തായാലും ഇതൊരു വരുമാനമുണ്ട്, ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു. എങ്കിലും വീട്ടുകാർ അംഗീകരിച്ച് 25 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പൊ കല്യാണം വീട്ടുകാർ അംഗീകരിക്കാതിരുന്നിട്ടില്ല. പക്ഷെ അവർക്ക് ടെൻഷനായിരുന്നു. കാര്യം നമ്മളിത് എപ്പോൾ വേണമെങ്കിലും നിന്ന് പോകും, എല്ലാവരും ജോലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നതായിരുന്നുകൊണ്ടുള്ള ഒരു കണ്ടിന്യൂസ് ഇൻകം ഇല്ല. അങ്ങനത്തെ ഒരു സിവിൽമനാവിന്റെ 4 ചക്രം. അപ്പൊ ഈ കല്യാണം കഴിക്കുമ്പോഴൊക്കെ സിനിമാ നടനായിട്ടാണോ കല്യാണം കഴിക്കുന്നത്? അതായിരുന്നു പ്രൊഫഷൻ എന്ന് പറഞ്ഞാണോ കല്യാണം? അല്ലല്ല, അത് പ്രൊഫഷൻ അതൊന്നും അല്ല. അത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോഴാണ് അഹം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഞാൻ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്തൊരു ഡോക്ടറുടെ വേഷം അഭിനയിക്കാൻ ഒരു കഥാപാത്രം ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഒരു ഡോക്ടറിൻ്റെ ലുക്കൊക്കെ ഉള്ള ഒരാൾ. അപ്പോൾ ഈ ഡോക്ടർമാരുടെ അന്നത്തെ ഒരു ടിപ്പിക്കൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ബിയർഡൊക്കെ വെച്ച് നല്ല സ്റ്റൈൽ. അപ്പം ലാലേട്ടൻ പറഞ്ഞു, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട് ചെന്നൈയിൽ, അദ്ദേഹത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ അമച്വർ നാടകങ്ങളൊക്കെ ഒരുപാട് അഭിനയിക്കാനാണ് മലയാളി ക്ലബ്ബിൽ. അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം അഭിനയിച്ചു. അപ്പോൾ ഈ മസനഗുഡിയിലായിരുന്നു ഷൂട്ടിങ്. അപ്പം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറല്ല. അപ്പോൾ ഇദ്ദേഹമായിട്ടൊക്കെ നല്ല കമ്പനിയായി. അപ്പോൾ ഇദ്ദേഹം ചെന്നൈയിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെന്ന് അവിടെ എൻ്റെ എഡിറ്റിങ്ങും ഡബിങ്ങും ഒക്കെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കാണാൻ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ മലയാളി ക്ലബ്ബിൽ പോകും, ഞങ്ങൾ സ്മോളൊക്കെ അടിക്കും. അങ്ങനെ നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ വീട്ടിൽ പോവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ അതൊരു 1 പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് കുട്ടിയുമായിട്ട് സ്നേഹമായി. അങ്ങനെ പിന്നെ അപ്പോൾ അത് നാച്ചുറലി എല്ലാ മാതാപിതാക്കളും എതിർക്കുന്ന പോലെ അവിടെ നിന്ന് എതിർപ്പുണ്ടായി.
പിന്നെ അത് കുറച്ച് ഒരു 1.5 വർഷം അങ്ങനെ എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് പിന്നെ അവർ സമ്മതിച്ച് പൂർണ്ണ സമ്മതത്തോടുകൂടി കല്യാണം കഴിച്ചു. ശരി. അപ്പോൾ ലാലേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പം കൈ കാണിച്ചില്ലേ ഒരാൾ, കാരണം അത് എൻ്റെ ഫാദറിലാണ്. അത് ശരി. ഇവിടെ തന്നെയാണ് താമസം ഇപ്പം? തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലാണ്. ശരി. അപ്പോൾ ചെന്നൈ വിട്ടവർ ഇങ്ങോട്ട് പോകുന്നു? അവർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 15 കൊല്ലമായി. 15 അല്ല 19 കൊല്ലമായി. 2005 അവർ 2005 അല്ല 2007 ആണെന്ന് തോന്നുന്നു അവരിങ്ങോട്ട് വന്ന്. 5 അല്ല 2005 തന്നെ. അത് ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റ്, വാടകയ്ക്ക് ആവശ്യമുള്ള ഫ്ലാറ്റ്, ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ആ ഫ്ലാറ്റ് അവർ കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി. ശരി ശരി. അപ്പം അതുപോലെ അദ്ദേഹം ഇവിടെ തന്നെയാണ്, അവരിവിടെ രണ്ടുപേരും ഇവിടെ തന്നെയാണ്. ശരി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ. മക്കൾ മൂത്ത മോള് ഡിഗ്രി എല്ലാം കഴിഞ്ഞു. അവൾക്കിപ്പം ഡാൻസിൻ്റെ പുറകെ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കഥക്ക് പഠിക്കണം. ഇപ്പോൾ കഥക്കിന് ഇവിടെ പോകുന്നുണ്ട്. പക്ഷെ അവൾക്ക് കുറച്ച് ഹയർ സ്റ്റഡീസ് ഡാൻസിൻ്റെ ഇത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ബാംഗ്ലൂർ, ഞാൻ ഇന്നലെ കോളേജിൽ ബാംഗ്ലൂർ 2 ദിവസം ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവർ പോയി അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങോട്ട് ചേരും. മോൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കും. അഭിനയം താല്പര്യമുള്ളവരുണ്ടോ ഈ രണ്ടുപേരിൽ? രണ്ടുപേർക്കും താല്പര്യമില്ല. ഇല്ല. ശരി. രണ്ടുപേർക്കും അഭിനയം താല്പര്യമില്ല. അവർക്ക് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ വരും, ലൊക്കേഷനിൽ വരും, വല്ലപ്പോഴും വരും. അത് കുറച്ചേരം ഷൂട്ടിംഗ് കണ്ടിട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നടൻ നന്ദു ചേട്ടൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശാലമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി സെക്കൻഡ് എപ്പിസോഡിൽ വരുന്നുണ്ട്. അതായത് ഒരു എന്താ കണ്ടത്, ജീവിതത്തിൽ ഒരു വാഹനം വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആ വാഹനം ഏതാണെന്നുള്ള ഞെട്ടിക്കുന്ന ഒരു എന്താണ് വെളിപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ അടുത്ത എപ്പിസോഡ് കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി. ബൈ. താങ്ക് യു.